ടൈറ്റാനിക് എന്ന് കേട്ടുകഴിഞ്ഞാൽ ടൈറ്റാനിക് സിനിമയും ജാക്കും റോസുമെല്ലാമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക. 1912 ഏപ്രിൽ 10 മൂന്നാം പക്കം. ഒരു പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് മുങ്ങിയ ടൈറ്റാനിക്. ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിയ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം. എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിനുമപ്പുറം നമ്മളിൽ പലർക്കുമുള്ളൊരു സംശയമായിരിക്കും, ടൈറ്റാനിക് കടലിനടിയിൽ കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണത് പുറത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തലപുകഞ്ഞ് ആലോചിക്കുന്ന കാലം. ഇംഗ്ലണ്ടിലെ ഒന്നാംകിട കമ്പനിയായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ. ഇവരുടെ പ്രധാന എതിരാളിയായിരുന്നു ക്യുനാർഡ് ലൈൻ. ഒരിക്കൽ ക്യുനാർഡ് കമ്പനിക്കാർ വേഗം കൂടിയ 2 കപ്പലുകൾ ഇറക്കി. ഇതൊന്നും കണ്ട് വൈറ്റ് സ്റ്റാർ ലൈൻ വെറുതെ ഇരുന്നില്ല. ക്യുനാർഡിനെ തോൽപ്പിക്കാൻ ആഡംബര കപ്പലുകൾ ഇറക്കാൻ അവർ കണക്കുകൂട്ടി. ഈ കണക്കുകൂട്ടലിൻ്റെ ഭാഗമായാണ് അവർ ടൈറ്റാനിക് നിർമ്മിക്കുന്നത്. വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി 3 വൻ കപ്പലുകളാണ് ഇറക്കാൻ തീരുമാനിച്ചത്. ഒളിമ്പിക്, ടൈറ്റാനിക്, ജെയിൻ്റാനിക് എന്നിവയായിരുന്നു ആ 3 എണ്ണം. എന്നാൽ ഇവ 3ഉം ദുരന്തത്തിൻ്റെ മുഖങ്ങളായി മാറി. ഒളിമ്പിക് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് വൻ തകർച്ചയെ നേരിട്ടു. അനേകം യാത്രക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു അതും. ഭാഗ്യവശാൽ ഒളിമ്പിക് മുങ്ങിയില്ലെന്നു മാത്രം. അതിനെ തുടർന്നുണ്ടായ കപ്പലാണ് ടൈറ്റാനിക്. ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറി. കമ്പനി അനൗൺസ് ചെയ്തിരുന്ന 3ാമത്തെ കപ്പലായിരുന്നു ജെയിൻ്റാനിക്. എന്നാൽ ആ പേരിലൊരു കപ്പൽ ഇറങ്ങിയില്ല. 1908 ഏപ്രിലാണ് ടൈറ്റാനിക് എന്ന പേര് അനൗൺസ് ചെയ്തത്. 1909 മാർച്ച് 31 കപ്പലിൻ്റെ നിർമ്മാണം തുടങ്ങി. 1911 മാർച്ച് 31 കപ്പൽ പുറത്തിറക്കി. 882 അടി അഥവാ 269 മീറ്റർ നീളവും 92 അടി അഥവാ 28 മീറ്റർ വീതിയും 175 അടി അഥവാ 54 മീറ്റർ ഉയരവുമുള്ളതായിരുന്നു കപ്പൽ. ഏകദേശം 20 ബസ്സുകൾ വരിയായി നിർത്തിയിട്ടാൽ ഉണ്ടാകുന്ന അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിൻ്റെ നീളം. ഇംഗ്ലണ്ടിലെ സൗതാംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു യാത്ര. യാത്ര പുറപ്പെട്ട് 4-ാം ദിവസം 1912 ഏപ്രിൽ 14 രാത്രി 11:40. അന്ന് നല്ല മൂടൽമഞ്ഞുള്ള രാത്രിയായിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ പെട്ടെന്നാണ് കപ്പൽ ഒരു മഞ്ഞുമലയിലിടിച്ചത്. വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിലെ 5 അറകൾ അതിനോടകം തകരുകയും ബാക്കി അറകളിൽ വെള്ളം കയറാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലായി കിടന്നിരുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു. ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുണ്ടായിരുന്നില്ല. 1178 പേർ ആയിരുന്നു ലൈഫ് ബോട്ടിൻ്റെ ശേഷി. കപ്പലിലുണ്ടായിരുന്നതാകട്ടെ 2000-ത്തിലധികം പേരും. അങ്ങനെ കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി. പുലർച്ചെ 1:55 18ാമത്തെ ലൈഫ് ബോട്ട് കടലിലേക്കിറക്കിയപ്പോൾ 15 അടി മാത്രമേ താഴ്ത്തേണ്ടി വന്നിരുന്നുള്ളൂ. അതായത് കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു. പുലർച്ചെ 2:05 അവസാനത്തെ ബോട്ടും കടലിലിറക്കി. 2:17 ടൈറ്റാനിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മാഞ്ഞുപോയി. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്നും ടൈറ്റാനിക് പുറത്തെടുക്കാത്തത്? ടൈറ്റാനിക് കടലിൽ മുങ്ങിത്താഴ്ന്നിട്ട് ഏകദേശം 110 വർഷം പിന്നിട്ടു കഴിഞ്ഞു. അതായത് ഒരു നൂറ്റാണ്ടിലേറെ വർഷങ്ങളായി ടൈറ്റാനിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനാൽ ഇനി കപ്പൽ പുറത്തെടുക്കാൻ ശ്രമിച്ചാലും പൊടിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതലും. കൂടാതെ ടൈറ്റാനിക് സമുദ്രത്തിൻ്റെ 12,500ഓളം അടി താഴ്ചയിലാണ് കിടക്കുന്നത്. അതായത് ഏകദേശം 4 കിലോമീറ്ററോളം ആഴത്തിൽ. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഈയൊരു അവസരത്തിൽ പുറത്തെടുക്കുന്നത് മണ്ടത്തരമായിരിക്കും. മറ്റൊരു വസ്തുതയെന്തെന്നാൽ ഒരു വിഭാഗം ബാക്ടീരിയകൾക്ക് ആഹാരമാണ് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം. തുരുമ്പ് തിന്ന് തീർക്കുന്നത് ഹെലോമോണസ് ടൈറ്റാനിക്കി എന്ന ബാക്ടീരിയകളാണ്.
ആയിരക്കണക്കിന് ടൺ തുരുമ്പ് അവശേഷിക്കുന്ന ടൈറ്റാനിക് ബാക്ടീരിയകൾക്ക് വിഭവസമൃദ്ധമായ സദ്യയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നു സാരം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും സാധിക്കാത്ത വെറും 2 മൈക്രോമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള ഈ ബാക്ടീരിയകൾ അടുത്ത 1-2 ദശകത്തിനുള്ളിൽ ടൈറ്റാനിക്കിനെ പൂർണ്ണമായും അകത്താക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്.